കേൾക്കാത്തവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഞാൻ പറയാം. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 5 വർഷം കൊണ്ട് 10,700 കോടി രൂപയായിരുന്നു 10,700 കോടി രൂപയായിരുന്നു ക്ഷേമ പെൻഷന് വേണ്ടി മാത്രം മാറ്റിവെച്ചിരുന്നത്. എന്നാൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 30,089 കോടിയും രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 48,384 കോടിയും. അതിപ്പോൾ മാർച്ച് ആകുമ്പോഴേക്കും 54,000 കോടിയാവും. മൊത്തം നോക്കിയ 90,000 കോടി രൂപയാണ് പിണറായി സർക്കാരിന്റെ കാലത്തേക്ക് കൂട്ടിയിട്ട് ആ രണ്ട് അതായത് കഴിഞ്ഞ ഒന്നാം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ കുടിശ്ശിക കൂടി കൊടുത്തു തീർക്കുന്നത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തോമസ് ഐസക്കിന്റെ കാലത്തെ ബജറ്റിലാണ്. അതിന്റെ കുടിശ്ശിക കൂടി കൊടുത്തു തീർക്കുന്നത്, അതുകൂടി കൊടുത്തു തീർക്കുമ്പോൾ കുടിശ്ശിക ഇനത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോ ആകെ ഉമ്മൻചാണ്ടി കാലാവധി പൂർത്തിയാക്കുമ്പോൾ കുടിശ്ശികയില്ല. അതാണ് അടുത്ത പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ മൊത്തം 10,700 കോടി രൂപ മാത്രമാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ക്ഷേമ പെൻഷന്റെ പേരിൽ ചെലവഴിച്ചത്. തർക്കമുണ്ടോ? ആർക്കെങ്കിലും തർക്കമുണ്ടോ? എന്നാൽ ആ കണക്കാണോ ഇപ്പോൾ ഈ പിണറായി സർക്കാരിന്റെ കാലത്ത്? ഒരു കുടിശ്ശിക, 1 രൂപയുടെ കുടിശ്ശിക ഈ സർക്കാർ ഇറങ്ങിപ്പോകുമ്പോൾ ക്ഷേമ പെൻഷന്റെ കാര്യത്തിലുണ്ടോ? 2,000 രൂപ സാധാരണക്കാരായ മനുഷ്യരുടെ കൈകളിലേക്ക് എത്തുകയില്ലേ? എത്രയാ? 54,000 കോടി. അതിനുള്ള 14,500 കോടി രൂപ കൂടി ബജറ്റിൽ നീക്കിവെച്ചിട്ടാണ് പോകുന്നത്. എന്തുകൊണ്ടാണ് ഈ ബജറ്റ് പൂർണ്ണ ബജറ്റ് ആകേണ്ടത്? ആ വിഷൻ അവിടെ ഉൾക്കൊണ്ടിട്ടുണ്ടാവണം എന്നുള്ളതാണ്. ഇനി ഈ സർക്കാർ പോയി മറ്റേത് സർക്കാർ വന്നാലും ഈ വിഷനിൽ നിന്ന് നിങ്ങൾക്ക് അധികം മാറിപ്പോകാനാവില്ല. അതാണ് അതിൻ്റെ രാഷ്ട്രീയം. കേരളത്തിലെ ജനങ്ങളെ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. ഈ കണക്കുകൾ നമ്മുടെ മുന്നിൽ ചെറിയ കണക്കല്ല. 62 ലക്ഷം സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാരുടെയും സാധാരണക്കാരായ മനുഷ്യരുടെയും കൈകളിലേക്ക് ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ എത്തുന്നത് 32 ലക്ഷത്തോളം വരുന്ന ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാരുടെ കൈകളിലേക്ക് അവരുടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ എത്തുന്നത് 5 ലക്ഷം വരുന്ന യുവജനങ്ങളുടെ കൈകളിലേക്ക് കണക്ട് ടു കേരളയുടെ ഭാഗമായിട്ട് ഈ പെൻഷനുകൾ എത്തുന്നത്. ഇതിനുള്ള കണക്ക്, അതിനുള്ള പണം ഇതിൽ കണ്ടുവച്ചിട്ടാണ് ഈ ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. അതെങ്ങനെയാണ് അപ്രായോഗികമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുക? ഇതിൽ എവിടെയാണ് അപ്രായോഗികതയുള്ളത്? അതാണ് എനിക്ക് മനസ്സിലാവാതെ പോകുന്നത്. ഇതിൽ നേരത്തെ പറഞ്ഞ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒഴിച്ചു നിർത്തിയാൽ, കാര്യം അത് ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. അത് ശമ്പള പരിഷ്കരണത്തിന് ശേഷം എത്രയാണ് തീരുമാനിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലേ സാധിക്കൂ. DA കുടിശ്ശികയുടെ കാര്യത്തിൽ മാത്രമാണ് ഇതിനകത്തൊരു കണക്കിൽ വ്യക്തത വന്നിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനി 2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം.